കരിമ്പാലത്തിൻ്റെ അപ്പുറം ഭാഗം 4 മീനാക്ഷിയുടെ മടങ്ങിവരവ്. ക്ഷമിക്കൂ, രവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മീനാക്ഷി ചിരിച്ചു. നിന്നെയല്ല ഞാൻ തേടിയത്, കിരണിനെ. അതേസമയം പാലത്തിൻ്റെ മറുവശത്ത് ടോർച്ചിൻ്റെ വെളിച്ചം. രവി അങ്ങോട്ട് നോക്കി. അത് കിരണായിരുന്നു. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് അവൻ. രവി കിരണിനോട് ചോദിച്ചു, നീ എന്തിനെ ഇപ്പോൾ ഇവിടെ വന്നു? നീയല്ലേ വന്നു എന്ന് പറഞ്ഞ് ഇന്ന് എൻ്റെ വീട്ടിൽ കഴിയാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞത്? ഞാൻ നിന്നെ കാണാതായപ്പോൾ തിരക്കി ഇറങ്ങിയതാണ്. നീ വന്നു അല്ലേ? മീനാക്ഷിയുടെ ശബ്ദം മുഴങ്ങി. രവി വിറച്ചു. കിരൺ മീനാക്ഷിയെ കണ്ടു. രവി, ഇത് ആരുടെയോ കളിയാണ്, കിരൺ പറഞ്ഞു. പെട്ടെന്ന് പാലം കുലുങ്ങി. മരപ്പലകകൾ ഒടിയാൻ തുടങ്ങി. കിരൺ ഓടാൻ ശ്രമിച്ചു. പക്ഷേ ഒരു അദൃശ്യ ശക്തി അവൻ്റെ കാൽ പിടിച്ചു. വിട് വിട്, അവൻ നിലവിളിച്ചു. അതവനെ വീണ്ടും പിടിച്ചു വലിച്ചു. രവി കൈനീട്ടി പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ കിരൺ താഴേക്ക് പതിച്ചു. പുഴയിൽ നിന്നും രക്തം കലർന്ന വെള്ളം പൊങ്ങി. അവസാനം കേട്ടത് ഒരു സ്ത്രീയുടെ ചിരി. ഇതിലെല്ലാം ഭയന്ന് രവി ഗ്രാമത്തിലേക്ക് തിരിച്ചോടി. രാവിലെ ആയപ്പോൾ പോലീസ് വന്നു. പുഴയിൽ കിരണിൻ്റെ മൃതദേഹം കണ്ടെത്തി. പക്ഷേ ഗ്രാമത്തിലെ ഒരു വൃദ്ധ സ്ത്രീ രവിയോട് പറഞ്ഞു, മോനെ, മീനാക്ഷി 10 വർഷം മുമ്പ് മുങ്ങി മരിച്ചിട്ടില്ല. രവി ഞെട്ടി. പിന്നെ? അവളെ കിരൺ കൊന്നതാണ്. പിന്നെ നിന്റെ അച്ഛൻ മൃതദേഹം നിങ്ങളുടെ വീടിൻ്റെ മുകളിലെ മുറിയിൽ ഒളിപ്പിച്ചു. രവിയുടെ തല ചുറ്റി. എന്തിനെ? നിന്നെ രക്ഷിക്കാൻ. അവനൊന്നും മനസ്സിലായില്ല. കേട്ടത് സത്യമാണോ? അവൻ വീട്ടിലേക്കോടി. മുകളിൽ പൂട്ടിയ മുറി തുറന്നു. അകത്ത് ഒരു പഴയ കസേര, അതിന്മേൽ ഒരു അസ്ഥികൂടം, കഴുത്തിൽ മീനാക്ഷിയുടെ മാല, ചുമരിൽ രക്തക്കറ കൊണ്ട് എന്തോ എഴുതിയിരിക്കുന്നു. രവി നോക്കി. ഇനി നിന്റെ ഊഴം രവി. എന്നായിരുന്നു അത്? വാതിൽ സ്വയം അടഞ്ഞു. പുറത്ത് ഒരു സ്ത്രീയുടെ ചിരി വീണ്ടും മുഴങ്ങി. തുടരും.